ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് NMS കുറിച്ചാണ്. NMS ചെയ്യേണ്ടത് എങ്ങനെയെന്നും ഏതാണ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്നും. സോഫ്റ്റ്വെയർ ഇപ്പോൾ NMS ആപ്പ് 3.1.0 ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഓരോരോ പഞ്ചായത്ത് തലത്തിൽ നിന്ന് നിങ്ങൾക്ക് മൈറ്റുമാരുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് വിട്ട് അത് പുതുതായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തോ അപ്ഡേഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറും. ഇപ്പോൾ ഉപയോഗിക്കുന്നത് 3.1.0 എന്ന വേർഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് NMS ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ജിയോ ടാഗ് ചെയ്ത സ്ഥലത്ത്, അഥവാ ഒരു വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ ബോർഡ് വെക്കേണ്ട സ്ഥലമോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതായ സ്ഥലത്ത് പഞ്ചായത്തിൽ നിന്നും വരുന്ന ഓവർസിയർ വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തിൻ്റെ 10 മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലത്ത് നിന്നോ NMS ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഭാരിച്ച പണി. കാരണം ഒരു പ്രദേശത്തുള്ള വർക്കുകൾ എടുത്താൽ മാത്രമേ അതിനോട് ചേർന്നുള്ള പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് NMS ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ജിയോ ടാഗ് ചെയ്യുന്ന സമയത്ത് ഏകീകരിക്കണം. ഒരു ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമേ ഇനി വർക്കുകൾ മുന്നോട്ട് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതിനൊരു പോയിന്റ് എന്നുള്ള സ്ഥലത്ത് അതിന് ബോർഡ് വെക്കാൻ പറ്റിയതും എല്ലാവർക്കും ഒത്തൊരുമിക്കാൻ പറ്റുന്ന സ്ഥലവുമായ സ്ഥലത്ത് വേണം ജിയോ ടാഗ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ജിയോ ടാഗ് ചെയ്യുന്നതിന് മുന്നേ ഈ സ്ഥലം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ മെയ്റ്റുമാർ അതിന്റെ ഫോട്ടോയും ലൊക്കേഷനും അതാത് ഓവർസിയർമാരിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. പ്രസ്തുത സ്ഥലത്ത് നിന്നും മാത്രമേ NMSനുള്ള കാര്യങ്ങൾ അവൈലബിൾ ആവുകയുള്ളൂ. പിന്നെ NMS ചെയ്യുന്ന സമയത്ത് പലർക്കും ഈ 10 മീറ്ററിനുള്ളിൽ കിട്ടുന്നില്ല. അതേ ഓപ്ഷൻ തന്നെ ജിയോ ടാഗ് ചെയ്യുന്ന സമയത്ത് ബിഫോർ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, ബിഫോർ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോയും അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് 30% എസ്റ്റിമേറ്റിന്റെ 30% എക്സ്പെൻഡിച്ചർ ആയി കഴിഞ്ഞാൽ ഡ്യൂറിങ് ഫോട്ടോ എടുക്കണം. ആ സമയത്തും 10 മീറ്റർ ചുറ്റളവിനുള്ളിൽ നിന്ന് തന്നെ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഓവർസിയർമാർ പ്രസ്തുത സ്ഥലം ജിയോ ടാഗ് ചെയ്യേണ്ടതുണ്ട്. ആ സ്ഥലവും NMS ചെയ്യുന്ന സ്ഥലവും ആദ്യം ജിയോ ടാഗ് ചെയ്ത സ്ഥലവും എല്ലാം ഒന്നാണ്. പിന്നെ മൂന്നാമതായിട്ട് വർക്ക് കംപ്ലീഷൻ, വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് വെച്ചിട്ട് ജിയോ ടാഗ് ചെയ്യേണ്ട സ്ഥലവും പ്രസ്തുത സ്ഥലമായിരിക്കണം. അപ്പോൾ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ NMS ചെയ്യേണ്ട സ്ഥലം, ജിയോ ടാഗ് ചെയ്യേണ്ട സ്ഥലം നിങ്ങൾ ഉറപ്പിക്കാവുള്ളൂ. അപ്പോൾ മേറ്റുമാർ പരിപൂർണമായും ശ്രദ്ധിച്ച് എവിടെയാണ് ജിയോ ടാഗ് ചെയ്യേണ്ടതെന്ന് കറക്റ്റ് ഓവർസിയർമാർക്ക് പറഞ്ഞു കൊടുത്താൽ ആ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ദൂരെ അല്ലാത്ത സ്ഥലങ്ങളിൽ വർക്കുകൾ കേന്ദ്രീകരിക്കാൻ പറ്റും. പിന്നെ NMS ചെയ്യുന്നതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ചോദിക്കാം. NMS ചെയ്യുന്ന സമയത്ത് പല സാങ്കേതിക പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അത് അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. NMSൽ അപ്ലോഡ് ആവാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അന്ന് തന്നെ ആ സമയത്ത് തന്നെ വാട്സപ്പിൽ ഓവർസിയർമാർക്ക് സ്ക്രീൻഷോട്ട് സഹിതം അയച്ചു കൊടുക്കുകയും അതുപോലെ അതിൻ്റെ വർക്ക് കോഡും ഡീറ്റെയിൽസ് മൊത്തം വേണം. വർക്ക് കോഡ്, ഏത് വാർഡാണ്, എത്ര പേരുണ്ടായിരുന്നു, ഏത് സ്റ്റോൾ നമ്പറിലുള്ള ഏതാണ് അപ്ലോഡ് ആവാത്തത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഓവർസിയർമാർക്ക് അയച്ചു കൊടുക്കുകയും പ്രസ്തുത ഓവർസിയർമാർ അത് ബ്ലോക്ക് എയിലേക്ക് അയച്ചു കൊടുത്ത് അത് ജില്ലാ ഗ്രൂപ്പിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മറ്റു നടപടികൾ, അന്ന് വർക്കിന് ഇറങ്ങിക്കഴിഞ്ഞാലും അതിനുള്ള പൈസ കിട്ടണമെങ്കിൽ അത് അപ്പോൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്കത് ഓപ്ഷനാക്കി മാറ്റി തരികയുള്ളൂ, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കിട്ടി തരുള്ളൂ. അല്ലാതെ പറയാതെ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും പൈസ ആയി കിട്ടില്ല. 346 രൂപ വെച്ചിട്ട് എത്ര ആൾ ഒരു മസ്റ്റോളിലുണ്ടോ ആ പൈസ ഒന്നും അലൗഡ് ആയി കിട്ടില്ല. കിട്ടണമെങ്കിൽ അത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കുകയും ബന്ധപ്പെട്ട ഓവർസിയർമാരെ വിളിച്ചറിയിക്കുകയും വേണം. എന്നതിന് ശേഷം മാത്രമേ അത് ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും അറിയിച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് മാറുകയുള്ളൂ. ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെയാണ്. ഇതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ആക്കിയിട്ട് പഞ്ചായത്തിൽ നിന്ന് വിളിച്ചറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു തരുമായിരുന്നു. ഇനി സ്ക്രീൻഷോട്ടിൻ്റെ സഹിതം മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ NMSന്റെ ഓപ്ഷൻ, NMS എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാ മേറ്റുമാരും ശ്രദ്ധിക്കുക. അപ്ലോഡ് ആവാത്ത മസ്റ്റോളുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാത് സമയം തന്നെ വാർഡിന്റെ ചാർജുള്ള ഓവർസിയർമാരെ അറിയിക്കുകയും അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുകയും ചെയ്യുക. അത് അവർ അപ്പോൾ തന്നെ ബ്ലോക്കിലുള്ള എ മുഖാന്തരം ജില്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ എഡിറ്റ് ഓപ്ഷൻ കിട്ടുകയുള്ളൂ. ഇനി NMSനെ കുറിച്ച് പറയുകയാണെങ്കിൽ NMS ആപ്പ് 3.1.0 ആണ്. അത് എടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ എടുത്തു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്ലിയർ കാച്ചയും ക്ലിയർ ഡാറ്റയും ഡിലീറ്റ് ചെയ്തതിന് ശേഷം OTP നമ്പർ വന്ന് സംഭവം ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫോണിലേക്ക് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്ത് വരുള്ളൂ. അത് നെറ്റ്വർക്കുള്ള ഏരിയയിൽ നിന്നും വേണം ചെയ്യാൻ, അല്ലാതെ നടക്കില്ല. OTP വരികയും ആ OTP അടിച്ചു കൊടുത്ത് ഫോണിന് അലോ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓണാക്കി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മസ്റ്റോൾ അവൈലബിൾ ആവും. ഉച്ചയ്ക്ക് ശേഷമുള്ള മസ്റ്റോളുകളും ഇനി ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾ കറക്റ്റാക്കി ചെയ്യാൻ നോക്കുക. അത് കിട്ടുന്നില്ല എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സ്വീകരിക്കാവുള്ളൂ. ക്ലിയർ കാച്ചിങ് ക്ലിയർ ഡാറ്റ അടിച്ചിട്ട് പോകുന്നത്. ഇനി മുതൽ രാവിലത്തെയും വൈകുന്നേരത്തെയും ഉള്ള ഫോട്ടോ നിർബന്ധമാണ്. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ മെയ്റ്റുമാർക്കുള്ള കൂലി 700 രൂപ വെച്ചിട്ടുള്ള കൂലിയാണ് 24-25 സാമ്പത്തിക വർഷം മുതലുള്ളത് എന്നും അതെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു.
സ്പിൽ ഓവർ വർക്കുകൾ ഏതൊക്കെയുണ്ടോ അതിനൊക്കെ, അഥവാ മുൻ വർഷങ്ങളിൽ എടുത്ത് 1500 1400 തൊഴിൽ ദിനങ്ങൾ ഉള്ളതിൽ 500 600 തൊഴിൽ ദിനങ്ങൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ഉള്ള തൊഴിൽ ദിനങ്ങളും ആ വർഷങ്ങൾ കഴിഞ്ഞ വർഷം 23 24 സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കി വെച്ച എസ്റ്റിമേറ്റുകൾ ഉണ്ടാവും. പലരുടെയും പേരിൽ തൊഴിൽ കാർഡുകളിലായിട്ട് വർക്കുകൾ ചെയ്യണമെന്നുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും സ്പിൽ ഓവർ വർക്കാണ്. അതിന് 346 രൂപ കൂലി തന്നെയായിട്ടാണ് മെയ്റ്റുമാർക്ക് കിട്ടുക. 700 രൂപ കൂലി കിട്ടില്ല. അതിൽ മെയ്റ്റ് ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിലും മെയ്റ്റ് ആയി വരികയാണെങ്കിലും അവർക്ക് 14 ദിവസം മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി 14 ദിവസം റൊട്ടേഷൻ പ്രകാരം തന്നെ മെയ്റ്റുമാർ പോകുന്നതാണ്. ഈ സ്പിൽ ഓവർ വർക്കുകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് ജൂൺ 4-ാം തീയതി ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർക്കുകൾക്കും ASും TSും കിട്ടും. ആ ASും TSും കിട്ടുന്ന സമയത്തേക്ക് വർക്കുകൾ ക്രിയേറ്റ് ചെയ്ത് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും കിട്ടിക്കഴിഞ്ഞാൽ ഫോണിലേക്ക്, ഓവർസിയർമാരുടെ ഫോണിലേക്ക് അവൈലബിൾ ആവുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ മെയ്റ്റുമാർ എഴുതി കൊടുത്ത സ്ഥലങ്ങളായിരിക്കും. ആ സ്ഥലത്ത് ജിയോ ടാഗ് ചെയ്യാൻ എവിടെയാണോ ലൊക്കേഷൻ ഉള്ളത് അത് നിങ്ങൾ ഇനി മുതൽ കറക്റ്റ് ചെയ്യുക. ഇന്ന സ്ഥലങ്ങളിൽ ചെയ്താൽ നിങ്ങൾക്ക് വർക്കിന് എളുപ്പമാവും. വർക്ക് ചെയ്യാനും അതുപോലെ ഫോട്ടോ എടുക്കാനും NMS ചെയ്യാനും എളുപ്പമുള്ള സ്ഥലങ്ങളും ബോർഡ് വെക്കാൻ എളുപ്പമുള്ള സ്ഥലങ്ങളും കാണിച്ചു നൽകുക. അതിനുള്ള വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് നിങ്ങൾ മെയ്റ്റുമാർ ചെയ്യേണ്ടതാണ്. തൊഴിലാളികളെ കൂടുതൽ ദൂരങ്ങൾ നടത്തിച്ച് NMS ചെയ്യുന്ന സിസ്റ്റം ഒഴിവാക്കി. ഇത് ആദ്യം പറയുന്നതാണ്. റിഡ്ജിറ്റ് വാല്യൂ അപ്രോച്ചിലാണ് നമ്മൾ വർക്ക് എടുക്കുന്നത്. ഏറ്റവും മുകളിൽ തട്ടിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ തട്ടിലുള്ള സ്ഥലങ്ങൾ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഇട മുതൽ ഒരു ഇട വരെയോ, ഒരു റോഡ് നേരെ കുത്തനെ പോകുന്ന റോഡ് ഉണ്ടെങ്കിൽ ആ റോഡ് മുതൽ ഇപ്പുറത്തുള്ള റോഡോ ഇടവഴിയോ വരെയുള്ള സ്ഥലങ്ങൾ മാത്രം എടുത്ത് ആ സ്ഥലത്തേക്ക് ഉതകുന്ന രീതിയിൽ ബോർഡ് വെക്കാൻ പറ്റുന്ന സ്ഥലം കണ്ട് ആ സ്ഥലത്ത് നിന്ന് NMSും ജിയോ ടാഗും NMSും ചെയ്യാനുള്ളത് നോക്കിക്കുകയാണെങ്കിൽ അത് നടക്കും. അതുപോലെ ഒരാൾ ചെയ്യേണ്ട മൺവരമ്പിൻ്റെ അളവ് കഴിഞ്ഞ വർഷം 0.7 അടിഭാഗവും 0.5 മുകൾ ഭാഗവും 50 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 6.1 ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ സ്പിൽ ഓവർ ആക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ അളവ് കൂട്ടേണ്ടതൊന്നുമില്ല. അത് സ്പിൽ ഓവർ വർക്കിലേക്ക് ഇടുമ്പോൾ 183.15 എന്ന് പറയുന്ന ഒരു M³ വരുന്ന മൺവരമ്പിൻ്റെ കൂലി 190.3 ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ 333 രൂപ എന്നുള്ളത് 346 രൂപ, 13 രൂപ വർധനവുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള 183.15 190.3 തമ്മിലുള്ള വ്യത്യാസം വന്നുകൊണ്ട് 6.1 മീറ്റർ നീളത്തിൽ തന്നെയാണ് വർക്ക് എടുക്കേണ്ടത്. ഈ കണക്കിന് 70 50 50 ഹൈറ്റ് ആണെങ്കിൽ 6.1 തന്നെയാണ്. കാരണം അതിൻ്റെ M³ യാതൊരു മാറ്റവും വരുന്നില്ല. 1.83 M³ ആണ് ഒരാൾ മൺവരമ്പ് എടുക്കേണ്ടത്, മണ്ണ് മാടി വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അളവിൽ യാതൊരു വ്യത്യാസവും ഇല്ല. സ്പിൽ ഓവർ വർക്കുകളുടെ സ്പിൽ ഓവർ ആയത് എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്ത് എംബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി അടിച്ചു കൊടുത്താൽ അതിൻ്റെ സ്പിൽ ഓവർ എത്ര വരും, ബാലൻസ് ഉള്ളത് എത്ര ചെയ്യാനുണ്ട് എന്നാൽ അത് 190.3 കാണിക്കുക. അപ്പോൾ 1.83 M³ മൺവരമ്പ് എടുക്കുന്നതിന് ആവശ്യമായ പണികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ 6.1 നീളം വരിക. 0.7 അടിഭാഗവും 50 സെൻറ്റിമീറ്റർ മുകൾ ഭാഗവും ഹൈറ്റ് 50 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള രീതിയിൽ 6.1 ചെയ്താൽ മതി. ഫുൾ നിരപ്പായിട്ടുള്ള മൺവരമ്പാണെങ്കിൽ. അല്ലാത്ത സ്ഥലങ്ങളിൽ മൺവരമ്പിൻ്റെ ക്വാണ്ടിറ്റി എടുത്ത് അതിൽ നിന്ന് ബാക്കി എത്ര വരുന്നോ അത് 1.83 അരിച്ചു നോക്കിയാൽ എത്ര ലെങ്ത്ത് വരുന്നോ അത്രയും ലെങ്ത്ത് തന്നെ ചെയ്യണം. 1.83 M³ ആണ്. 183.15 ആയാലും 190.3 ആയാലും 333 രൂപ, അതുപോലെ 346 രൂപ ആയാലുള്ള കൂലി മാറിയതിനെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ബാക്കി എല്ലാ അളവിലും അങ്ങനെയാണ്. മഴക്കുഴി എടുക്കുന്നതിൻ്റെ അളവിലുള്ള മഴക്കുഴി നിർമ്മാണത്തിനുള്ള അളവിൽ തന്നെയാണ് ഓരോ ചെടികൾക്കും, കാപ്പി തൈ ആയിക്കോട്ടെ റബ്ബർ ആയിക്കോട്ടെ അങ്ങനെയുള്ള എല്ലാ തൈകളും വെക്കുന്നതിന്, ചെറിയ ചെറിയ തൈകൾ, തെങ്ങിൻ്റെ തൈയല്ല അല്ലാത്ത തൈകളൊക്കെ വെക്കുന്നതിന് നമ്മൾ ചെയ്യുന്ന അളവ് 60 സെൻറ്റിമീറ്റർ നീളവും, അഥവാ 2 അടി വീതിയും 2 അടി നീളവും 2 അടി താഴ്ചയും 60 60 60 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കുഴികളാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു M³ എത്ര രൂപ കിട്ടുന്നു കണക്കാക്കി 346 അത് അരിച്ചു നോക്കിക്കുകയാണെങ്കിൽ എത്ര കുഴികൾ എടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടും. ചിലപ്പോൾ 0.6 × 0.6 × 0.6 പറഞ്ഞിട്ടാണെങ്കിൽ അത് എത്രയും നോക്കിയാൽ അത് എത്ര M³ എത്തുന്നു നോക്കിയാൽ ഒരു M³ എടുത്താൽ എത്ര കൂലി കിട്ടുന്നു, അതുപോലെ 346 എത്ര M³ എടുക്കണമെന്നും കണക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കുഴികൾ എടുക്കണം എന്നുള്ളത്, അത് കാപ്പിത്തൈ ആയിക്കോട്ടെ, കാപ്പിത്തൈക്കുള്ളത് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാപ്പിത്തൈ ഞങ്ങൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്, അത്രയും വേണ്ടതുണ്ടോ എന്നുള്ളതാണെങ്കിൽ ഞാനത് ചെക്ക് ചെയ്ത് പറഞ്ഞു തരാം. അതുപോലെ തട്ട് തിരിക്കുന്നതാണെങ്കിൽ തട്ട് തിരിക്കുന്നതിന് 2 അളവുണ്ടാവും ഹൈറ്റിൽ മാത്രം. വിഡ്ത്തും ലെങ്ത്തും സാധാ പോലെ തന്നെ. മുകളിൽ ഭാഗം മണ്ണിടിക്കുന്ന ഭാഗത്തുള്ള ഹൈറ്റും ഒരു തട്ടുണ്ടെങ്കിൽ തട്ടായിട്ട് വരികയാണെങ്കിൽ അതും കൂടി കൂട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ 2 അളവുണ്ടാവും. അതിനെ ആവറേജ് ആക്കിയിട്ട് നീളം വീതി താഴ്ച എന്നുള്ളത് ഗുണിച്ചിട്ടുകയാണെങ്കിൽ M³ കണക്കിനുള്ളതാണ് തട്ടുതിരിക്കലിനുള്ള ഡാറ്റ. അതുപോലെ
നിലം കിളയ്ക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. നിലം കിളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തരിശായിട്ടുള്ള ഭൂമി തരിശു ഭൂമിയാണ് എന്നുള്ളത് കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ നമുക്ക് അതിലുള്ള കാടുകൾ മുഴുവൻ വെട്ടി നീക്കാം. അതുപോലെ പുല്ല് ചെത്തുന്നതിനുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ ആ പുല്ല് ചെത്തുന്നതിനുള്ള ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ ആ പുല്ല് ചെത്തുന്നതും അതുപോലെ കിളയ്ക്കുന്നതും പുല്ല് ചെത്തുന്നതും കിളയ്ക്കുന്നതും ചിലപ്പോൾ ഒറ്റ ഡാറ്റയിലായിരിക്കും ഉണ്ടാവുക. 346 രൂപ കൂലി കിട്ടണമെങ്കിൽ മൺവരമ്പാണെങ്കിൽ തീരെ ഇല്ലാത്തടുത്ത് 6.1 m³ എടുക്കണം. അത് കഴിഞ്ഞ കാലത്തെ അഥവാ 2023-24 ആയാലും അതിന് മുന്നുള്ള കാലങ്ങളിലാണെങ്കിൽ ആ m³ റെഡിയാണ്. അത് ഇപ്പം പണം 333 346 കൂലി വർദ്ധിച്ചാലും നിങ്ങൾ എടുക്കേണ്ടത് തീരെ പ്ലെയിൻ അടിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ ഒന്നുമില്ലാത്ത മൺവരമ്പാണെങ്കിൽ അവിടെ 6.1 m³ നീളത്തിൽ തന്നെയാണ് എടുക്കേണ്ടത്. മൺവരമ്പ് ഉള്ള സാഹചര്യമാണെങ്കിൽ ഈ 6.1 എന്നുള്ളത് ലെങ്ത് കൂടും. 10, 15, 25, 30 വരെയൊക്കെ മീറ്റർ ഒരാൾ ചെയ്യേണ്ട ഘടന വരും. കാരണം ഓൾറെഡി ഉള്ള മൺവരമ്പിന്റെ മുകളിലേക്കല്ലേ മാടി വെക്കുന്നത്. അപ്പോൾ ആ മൺവരമ്പിന്റെ പിന്നെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിന്റെ പുറത്തോട്ട് എത്രയാണ് മുകളിലോട്ട് ഹൈറ്റിലേക്ക് എത്രയും വരുന്നതെന്ന് വെച്ചാൽ അത് 1.83 ഹരിച്ചു നോക്കുന്ന ഒരു കണക്ക് ഞാൻ മുന്നേ വിട്ട വീഡിയോയിലുണ്ട്. അത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്തെടുത്ത് പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഈ 6.1 വരുന്നത്. അതുപോലെ തന്നെയാണ് മഴക്കുവിൻ്റെ കണക്കിലും ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും കണക്കിൽ ആദ്യം ചെയ്തത് എങ്ങനെയാണോ അതേ രീതിയിൽ മാത്രമേ ഇതിൽ കൂടി വരുള്ളൂ. അല്ലാതെ ഭാരിച്ച പണിയാക്കിയിട്ട് നിങ്ങൾ ആ 346 13 രൂപയും കൂടി അധികരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പണിയെടുക്കണം എന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ നമ്മൾ NMS ആപ്പിനെ കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞേറെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പുതുതായിട്ട് എടുക്കുന്ന വർക്കുകളെ കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ മേറ്റുമാർക്കും തൊഴിലാളികൾക്കും കൊടുക്കാമെന്നുള്ള നിലയിലാണ് ഞാൻ ഇതുവരെ ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.